അരുണാചൽ പ്രദേശിലെ താത്തോ എന്ന സുന്ദരമായ മിഷൻ മേഖലയിലൂടെയാണ് നാം യാത്ര ചെയ്യുന്നത്. Payaling ko Jisu. Thank you, Jesus. ആലോ മുതൽ താത്തോ വരെയുള്ള മിഷൻ യാത്രയിൽ ഏകദേശം 130 കിലോമീറ്ററോളം നാം പിന്നിട്ട് കഴിഞ്ഞു. ൽ ആസാമിലെ സിലാപത്തർ എന്ന സ്ഥലത്ത് സലേഷ്യൻ മിഷണറിമാർ തുടങ്ങിവെച്ച സുവിശേഷ പ്രവർത്തനങ്ങളുടെ ചരിത്ര വഴിയിലൂടെയാണ് നാം സഞ്ചരിക്കുന്നത്. താത്തോയിലേക്കുള്ള കയറ്റം കയറും തോറും കോടമഞ്ഞ് നമ്മെ വരവേൽക്കാനെന്നോണം അകമ്പടി സേവിക്കുന്നുണ്ടായിരുന്നു. മലഞ്ചരിവുകളിൽ മുളങ്കാലുകളിലും തൂണുകളിലുമായി താങ്ങി നിർത്തുന്ന ശൈലിയിൽ നിർമ്മിച്ച നിരവധി ഭവനങ്ങൾ ഈ മിഷൻ പ്രദേശത്ത് കാണാം. എവിടെ ഫ്രെയിം വെച്ചാലും സുന്ദരമാണ് താത്തോ എന്ന ഈ ചെറുഗ്രാമം. താത്തോ എന്ന ഈ കൊച്ചു ഗ്രാമം ഇന്ന് ഉത്സവ ലഹരിയിലാണ്. ഇന്നാണ് ഈ മിഷൻ ഇടവകയുടെ തിരുനാൾ ദിനം. ഈ അവസരത്തിൽ തൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പമായിരിക്കാൻ ബിഷപ്പ് ജോൺ തോമസ് ആത്രക്കുടിയിൽ വളരെ നേരത്തെ തന്നെ താത്തോയിൽ എത്തിച്ചേർന്നിരുന്നു. പിതാവേ, ഈ രൂപതയുടെ മധ്യസ്ഥൻ സെൻറ്റ് ജോസഫാണ്. വ്യവസായ പിതാവിനെ മധ്യസ്ഥനായിട്ട് ചേർത്ത് പിടിക്കാനായിട്ട് പ്രത്യേകിച്ച് കാരണം വല്ലതുണ്ടോ? അതൊരു പ്രത്യേക കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവിടെ തലശ്ശേരി പോയായിരുന്നു. തലശ്ശേരി ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പഴയ വലിയ പിതാവ് വല്ലപ്പള്ളി പിതാവായിരുന്നു. പിതാവിനോട് ഞാൻ സംസാരിച്ചിരുന്നു. പിതാവ് പറഞ്ഞു, പിതാവ് രൂപത തുടങ്ങിയപ്പോൾ സെൻറ്റ് ജോസഫിനെയാണ് മധ്യസ്ഥനായിട്ട് എടുത്തത്. സെൻറ്റ് ജോസഫ് എല്ലാം ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. പുള്ളി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, എല്ലാം സെൻറ്റ് ജോസഫ് ചെയ്തു കൊടുത്തു. അത് കഴിഞ്ഞാണ് എനിക്കിവിടെ ഇങ്ങോട്ട് മാറ്റം കിട്ടിയത്. അപ്പോൾ ഞാൻ ഓർത്തു, ആ പിതാവ് പറഞ്ഞ നല്ല കാര്യമാണല്ലോ, അന്ന് അതുപോലെ ചെയ്യാം. ഞാനും സെൻറ്റ് ജോസഫിനെ ഇതിൻ്റെ മധ്യസ്ഥനായി എടുത്തു വെച്ചു. കാരണം സെൻറ്റ് ജോസഫ് എൻ്റെ എല്ലാ കാര്യങ്ങളും ആ രൂപതകളെല്ലാം ചെയ്തു തരട്ടെ എന്ന് ഓർത്തുകൊണ്ട്. എന്നിട്ട് എൻ്റെ പ്രതീക്ഷ സ്ഥാനത്തായില്ല. ഒത്തിരി കാര്യങ്ങൾ സെൻറ്റ് ജോസഫ് മുഖേന ചെയ്തു കിട്ടി. പല കാര്യങ്ങൾ അതിൻ്റെ ഞങ്ങളുടെ ബിഷപ്സ് ഹൗസിൽ എല്ലാ ദിവസവും കാലത്തെ ഒരു പ്രത്യേക പ്രാർത്ഥനയുണ്ട് സെൻറ്റ് ജോസഫിന് വേണ്ടിയിട്ട്. സെൻറ്റ് ജോസഫിനാണ് നമ്മുടെ രൂപതയെ സംരക്ഷിക്കാൻ പറഞ്ഞുള്ള പ്രാർത്ഥനയാണ്. അതെല്ലാവരും ഞങ്ങൾ അച്ഛന്മാരും സിസ്റ്റേഴ്സും എല്ലാം ഒന്നിച്ച് ചെല്ലുന്ന പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ബിഷപ്സ് ഹൗസിൽ. താത്തോയിലെ ഹോളി ഏഞ്ചൽസ് കാത്തലിക് ചർച്ച്. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഹോളി ഏഞ്ചൽസ് കാത്തലിക് എന്ന മിഷൻ ഇടവക ദേവാലയം 2004 ഈ താത്തോയിൽ സ്ഥാപിതമായത്. 3 പതിറ്റാണ്ടോളം നീണ്ട പരിശ്രമത്തിൻ്റെ സത്ഫലം. 2004 ഫാദർ തോമസ് കൊല്ലത്തുവയലിലായിരുന്നു ഇവിടുത്തെ ആദ്യ ഇടവക വികാരി. അന്ന് ഈ ദേവാലയം പനമ്പുകൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത്. കൊടും തണുപ്പിനെ അതിജീവിക്കാൻ പിന്നീട് ടിൻ ഷീറ്റ് കൊണ്ടുമാണ് ഈ ദേവാലയത്തെ നിലനിർത്തി പോന്നത്.
പിന്നീട് ഈ അടുത്ത കാലത്തായിരുന്നു ഇടവക അംഗങ്ങളുടെയും അരുണാചൽ മിഷന്റെയും നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി ഇപ്പോൾ നാം ആയിരിക്കുന്ന ദേവാലയം നിർമ്മിക്കപ്പെട്ടത്. हमारे साथ प्रार्थना करने के लिए हमारे लिए प्रार्थना करने के लिए हमारे साथ उपस्थित हैं. താത്തോ മിഷൻ ഇടവകയിൽ ഇപ്പോഴത്തെ വികാരിയായ ഫാദർ ജോസഫ് ചക്കാലയ്ക്കൽ ആമുഖ പ്രസംഗത്തിൽ ഈ ഇടവക ദേവാലയത്തെ കർത്താവ് എങ്ങനെയായിരുന്നു രൂപം കൊടുത്തതെന്ന് പ്രഥമ ദിവ്യകാരുണ്യ സ്വീകരണത്തിന് തയ്യാറായി നിൽക്കുന്ന കുട്ടികളോടും ഇടവക അംഗങ്ങളോടും നന്ദിയോടെ ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു. 1993 ഡിസംബർ 12 ഫാദർ ലൂക്കോസ് കാവുങ്കലും അന്ന് മിഷനിൽ വൈദിക വിദ്യാർത്ഥിയായിരുന്ന ബ്രദർ നിക്കോളാസ് ബർലയും മിഷനു വേണ്ടി താത്തോയിലെത്തി. 4 ദിവസം കൊണ്ട് ഏതാണ്ട് 90 കിലോമീറ്ററോളം കൊടും തണുപ്പത്ത് വനത്തിലൂടെ നടന്നായിരുന്നു ഇവിടെ അന്ന് അവർ എത്തിയത്. അവർ പങ്കുവച്ച സുവിശേഷം കേട്ട മാത്രയിൽ 20 പേർ ക്രിസ്തുഭക്തരായി മാറി. ഇതിന് പ്രധാന കാരണം തബണ്ട് പാലി എന്ന കാറ്റക്കിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം വളരെ മുമ്പ് തന്നെ ആസമിലെ സിലാപത്തറിൽ നിന്ന് ഇവിടേക്ക് മലകൾ താണ്ടി വരികയും വചനം പ്രഘോഷിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അരുണാചലിലെ സഭ അൽമായരുടെ സഭയെന്നാണ് ഇവിടുത്തെ മിഷണറിമാർ അഭിമാനത്തോടെ വിശേഷിപ്പിക്കുന്നത്. ഇടവക തിരുനാളിന്റെ ഈ സന്തോഷത്തിന് നടുവിലും ഇവരുടെ മനസ്സ് ഒരു സംഭവത്തെ ഓർത്തു നൊമ്പരപ്പെടാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ തങ്ങൾക്ക് ഈശോയെ ഭക്ഷണമായി തന്നിട്ട് ഒരു വാക്കുപോലും പറയാതെ തങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയ വൈദികൻ ഷിജോ പോളിനെ ഓർത്ത്. അരുണാചൽ മിഷന്റെ ചുറുചുറുക്കുള്ള യുവ വൈദികനായിരുന്നു ഫാദർ ഷിജോ പോൾ MSFS. ഹൃദയഭേദകമായ വേർപാടിനെക്കുറിച്ച് പിതാവ് നമ്മളോട് യാത്രാമധ്യേ പിന്നീട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് സിസ്റ്റർ ദൊറോത്തി, സുവിശേഷവുമായി താത്തോ മലനിരകളിൽ കാലുകുത്തിയ ആദ്യ സന്യാസിനി. സിസ്റ്റർ ദൊറോത്തിയെ പോലെയുള്ള പരിശുദ്ധാത്മാവിനാൽ കരുത്താർജിച്ച മറ്റു മിഷണറിമാരുടെയും പ്രവർത്തനത്തിന്റെ ഫലമാണ് ഇങ്ങനെ ഒരു വലിയ സമൂഹത്തെ കർത്താവിനു വേണ്ടി നേടിയെടുക്കുവാൻ സഹായിച്ചത്. ഞാൻ കഴിഞ്ഞ 30 വർഷത്തിൽ കൂടുതൽ നോർത്ത് ഈസ്റ്റ് വർക്ക് ചെയ്യുന്നു. 82 തുടങ്ങി ആസാം അജിറ്റേഷൻ ഉണ്ടായ സമയത്ത് തുടങ്ങി നോർത്ത് ഈസ്റ്റിൽ വർക്ക് ചെയ്യുന്നു. ഈ 30 വർഷത്തിലധികം നാളും പരമാവധി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ അധികമായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള സമയങ്ങളായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ മെയിലും ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഇടപെടൽ വഴി ഞങ്ങൾ അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു. എന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ ഞങ്ങൾ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലവും ഞങ്ങളുടെ ബോയ്സ് ഹോസ്റ്റലും രാത്രി കത്തുന്നതായിട്ട് കാണുകയും അതിൽ നിന്ന് അത്ഭുതകരമായി ദൈവത്തിൻ്റെ ഇടപെടൽ കാരണം കൊണ്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളില്ലാതെ രക്ഷപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ അത് പുനരുദ്ധരിക്കാനുള്ള പ്രാർത്ഥനയോടുകൂടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഹോസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ട്രൈബൽ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഹോസ്റ്റലാണ്. ഇതിൻ്റെ നഷ്ടം വളരെയധികമാണ്. 1 കോടിയിലധികം നഷ്ടം വന്നിട്ടുണ്ട്. അത് ഇവർക്ക് പറ്റിയ ഭയങ്കര ഒരു അടിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ ഹോസ്റ്റൽ താമസിക്കാനുള്ള സൗകര്യമില്ലാത്തതുകൊണ്ട് കൂടുതലും വില്ലേജുകളിൽ നിന്നുള്ള സ്റ്റുഡൻസാണ് ഇവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്നത്. ഇപ്പോൾ അവർക്ക് ഹോസ്റ്റൽ ഇല്ലാത്തതുകൊണ്ട് അവർക്ക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാനുള്ള സൗകര്യം കുറവാണ്. അതുകൊണ്ട് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. വളരെ അകലെ പോകേണ്ടി വരുന്നു. അതുപോലെ തന്നെ എക്കണോമിക്കലി അവർ വളരെ പുവർ സ്റ്റുഡൻസാണ്, പുവർ ഫാമിലീസാണ്. ഈ ഏരിയയിൽ ക്യാഷ് ക്രോപ്സ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പിന്നെ അവർ കൂടുതലായിട്ടും സ്വല്പം ലേബർ ഗ്രഫ് വഴിയായിട്ട് കിട്ടുന്ന ലേബർ വഴിയാണ് കുറച്ച് പൈസയ്ക്കുള്ള ഇത് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ ടൂറിസ്റ്റ് സെൻ്റർ ആയതുകൊണ്ട് അങ്ങനെ ടൂറിസത്തിൽ നിന്നും കുറച്ച് പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തുച്ഛമായ
പ്രതിഫലം കൊണ്ടാണ് അവർ ഇവിടെ ജീവിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇത് ഭയങ്കര ഒരു പ്രത്യാഘാതമായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. അവർ നമ്മളെ സഹായിക്കാനായിട്ട് അവരുടെ കയ്യിലുള്ള ഒന്നും ഇല്ലെങ്കിലും അവർ തന്നെ മുൻകൈ എടുത്ത് സഹായിച്ച് പുനരുദ്ധരിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന കിട്ടുന്നതും വളരെ നല്ലതായിരിക്കും. താത്തോ ഇടവകയിലെ പാവപ്പെട്ട ജനങ്ങളുടെ ഭാസുരമായ ഭാവി എന്ന സ്വപ്നമാണ് ഇവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ടത്. എത്രയും വേഗം ഇവരുടെ ഈ അത്യാവശ്യം സാധ്യമാകുവാനായി ഇവരുടെ പ്രാർത്ഥനയിൽ നമുക്കും കരങ്ങൾ കോർക്കാം. हम लोग सब जानते हैं कि हम लोग का कैथोलिक चर्च में ऐसा डायसिस करके അരുണാചൽ മിഷന്റെ പിതാവ് തൻ്റെ അജഗണത്തെ സ്വന്തം ജീവനേക്കാളും സ്നേഹിക്കുന്നുവെന്ന് വേണം പറയാൻ. മക്കളോടെന്നവണ്ണം വാത്സല്യത്തോടെ മാത്രമേ സംസാരിച്ചു കണ്ടിട്ടുള്ളൂ. നമ്മുടെ ഇടവകയെക്കുറിച്ചും മിഷണറിമാരെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചുമൊക്കെ നമ്മൾ നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു ശൈലി പോലെയാണ് ഇവിടെ കാണാൻ സാധിച്ചത്. പ്രധാനമായും പറഞ്ഞു കൊടുക്കുന്നത് ക്രിസ്തു സ്നേഹത്തെക്കുറിച്ചായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ചങ്കൂറ്റവും ക്ഷമിക്കുവാനുള്ള ആത്മശക്തിയും കരുണ കാണിക്കുവാനുള്ള ആർദ്രതയും സ്വായത്തമാക്കണമെന്ന് ഒരു പിതാവ് തൻ്റെ മക്കളെ ഉപദേശിക്കുകയാണ് ഇവിടെ. ഒരു യഥാർത്ഥ മനുഷ്യനാകാനുള്ള ബാലപാഠമാണ് അരുണാചൽ മിഷണറിമാരിലൂടെ ഇവർക്ക് നൽകിപ്പോരുന്നത്. പ്രധാനമായും പരസ്പരം സ്നേഹിക്കുവാനുള്ള ധൈര്യം, ഈ കുഞ്ഞു മാലാഖമാരെ പോലെ. പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ പ്രകൃതി എന്ന് വെച്ചാൽ അവർ ഷോർട്ട് ടെമ്പേർഡാണ്. പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകമായിട്ട് അനുവാദമുണ്ട് ഗവൺമെൻറ് വഴി. അവർക്ക് അവരുടെ വാള് കൊണ്ടു നടക്കാം. അവർക്ക് അവരുടെ ഡൗ എപ്പോഴും അവർക്ക് കൊണ്ടു നടക്കാനുള്ള അനുവാദമുണ്ട്. ആദീസിൻ്റെ സ്പെഷ്യലാണ് അത്. അവർ ഹോട്ട് ടെമ്പേർഡായിട്ട് നടക്കുന്നു. പക്ഷേ സമയത്ത് ചിലപ്പോൾ ഇതുപോലെ നമ്മൾ കൂട്ടുകാരെന്ന ഇതിലേക്ക് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ ദേഷ്യപ്പെട്ടാൽ ഉടനെ അവർ വാക്കത്തിയെടുത്ത് കട്ട് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ദേഷ്യപ്പെടും. ഇപ്പം ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സൈഡ് കൊടുക്കാതെ പോന്നാൽ അവർ ഡ്രൈവറെ കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ഡ്രൈവറിനെ നമ്മുടെ മീൻ വരയുന്ന പോലെ പറഞ്ഞു വിടുകയും ചെയ്തു. ആ സ്വഭാവത്തിൽ നിന്നെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ പ്രാർത്ഥന വഴിയും വിദ്യാഭ്യാസം വഴിയും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ഇതുപോലെ മിഷണറിമാർ ഇവിടെ വന്ന് താമസിച്ച് അവരെ നല്ല രീതിയിൽ നല്ലൊരു ജീവിതം പടുത്തുയർത്താനായിട്ട് അത് വിദ്യാഭ്യാസത്തിലൂടെ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൂടുതൽ ഊന്നൽ കൊടുക്കുന്നു. സ്കൂളും അതുപോലെ തന്നെ ഹോസ്റ്റലും കൂടി രൂപീകരിച്ച് അവർക്ക് അവരുടെ ജീവിതത്തിൽ നല്ല ജീവിത രീതി പടുത്തുയർത്തുന്നതിന് വേണ്ടി ഞങ്ങളുടെ ജീവിത മാതൃക കണ്ട് അതുപോലെ തന്നെ പ്രാർത്ഥനാ രൂപയിൽ വളർന്ന് വിശ്വാസത്തിൽ വളർന്നു വരുവാനായിട്ട് ഞങ്ങൾ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയുടെ മുഖമാണ് ഈ മിഷന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന സ്വഭാവം. അരുണാചൽ മിഷന്റെ മൂലക്കല്ലാണ് തദ്ദേശീയരായ അൽമായർ. എന്തിനോടും പ്രതികാര ബുദ്ധിയോടെ സമീപിക്കുന്ന നിരക്ഷരരായ ഇവിടുത്തെ ജനങ്ങളുടെ ദുരവസ്ഥയ്ക്ക് ബദലായി മൂല്യവത്തായ വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യമാണ് പ്രഥമമായി എവിടെയും മിഷണറിമാർ നൽകിപ്പോരുന്നത്. അതവരെ വചനവായനയ്ക്കും അതിലൂടെ മാനസാന്തരപ്പെട്ട് സ്വർഗോന്മുഖരായി ജീവിക്കുവാനും പരസ്പരം ബഹുമാനത്തോടെ സഹവർത്തിക്കാനും ഇവിടുത്തെ ജനത്തെ പര്യാപ്തരാക്കുന്നു. प्रभु आप लोगों के साथ हो। सर मार्कुस के अनुसार पवित्र सुसमाचार
നോർത്ത് ഈസ്റ്റിൽ പൊതുവെ പ്രത്യേകിച്ച് ഈ അരുണാചൽ മിഷനിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് 32ഓളം ഇടവകളുടെ വികാരിമാരായിട്ടുള്ളത് മലയാളി വൈദികരാണ്. കോൺഗ്രിഗേഷൻ എന്നാണ്, രൂപത എന്നുള്ളതാവാം. അപ്പോൾ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എന്തുമാത്രം പിതാവ് വിലമതിക്കുന്നുണ്ട്? നമ്മൾ ഇന്ത്യയിലെ മിഷൻ കേന്ദ്രങ്ങൾ നോക്കുകയാണെങ്കിൽ പൊതുവെ നമുക്ക് പറയാൻ പറ്റുന്നതാണ്, കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരാണ് വടക്കേ ഇന്ത്യയിൽ ധാരാളം ജോലി ചെയ്തിട്ടുള്ളതും ചെയ്തുകൊണ്ടിരിക്കുന്നതും. അതുപോലെ തന്നെയാണ് അരുണാചൽ പ്രദേശിലും. അരുണാചൽ പ്രദേശിലേക്കും അച്ഛന്മാരെ ആവശ്യമുണ്ടെന്ന് കേട്ടപ്പോൾ കോൺഗ്രിഗേഷൻസും എല്ലാവരും വിട്ടത് മലയാളി വൈദികരെയാണ്. അവർ ഇങ്ങനെ വന്ന് അവർക്കൊരു മിഷണറി പാരമ്പര്യമുണ്ട്. അവർ വന്ന് ഇങ്ങനെ കഠിനമായ ജോലി ചെയ്യാൻ തയ്യാറായിട്ട് വരും. മാത്രമല്ല മിക്ക കോൺഗ്രിഗേഷനിലുള്ള മെമ്പേഴ്സും അധികം കേരളത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മലയാളികൾ അധികം കാണുന്നത്. കാലക്രമേണ അത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള അച്ഛന്മാരുടെ സംഖ്യയും കൂടുന്നുണ്ട്. അതും വളരെ പതുക്കെയാണെങ്കിലും കൂടിക്കൊണ്ടിരിക്കും. അതേസമയം കേരളത്തിൽ നിന്നുള്ള വരവും ഏകദേശം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. How is the retreat center in Kaing? Yeah, Bishop, it is working well and people are responding well. Many come from the interior villages for the retreat? Interior villages, only from town and where there is transportation, from there people come. Okay, very good. So happy that it is getting improving that center, no? Yes. ഇത് ഞങ്ങളുടെ അരുണാചൽ പ്രദേശിൽ നിന്നുള്ള ആദ്യത്തെ വൈദികനാണ്. വൈദികൻ്റെ പേര് ഫാദർ ഫ്രാൻസിസ് ബേലോ. അദ്ദേഹം ഇവിടെയുള്ള ഒരു ഗിരിവർഗത്തിൽപ്പെട്ട ആളാണ്. ഗാലോ എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽപ്പെട്ട ഒരു ആളാണ്, ട്രൈബിൽപ്പെട്ട ആളാണ്. അദ്ദേഹം MSFS സൊസൈറ്റിയിൽ ചേർന്നിട്ട് വൈദികനായി. അത് കഴിഞ്ഞ് ഇവിടെ പല പ്രദേശങ്ങളിലായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പോൾ ഒരു ഇടവകയുണ്ട്, അത് കൈങ് എന്ന സ്ഥലത്ത്. ആ ഇടവകയിൽ വികാരിയായിട്ടും അവിടെയുള്ള ഒരു ധ്യാന കേന്ദ്രമുണ്ട്, അതിൻ്റെ ഡയറക്ടറായിട്ടും ജോലി ചെയ്യുന്നു. അദ്ദേഹത്തിന് ഇവിടുത്തെ ഭാഷയെല്ലാം ശരിക്കും അറിയാവുന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി വളരെ പ്രയോജനകരമാണ്, ഫലവത്താണ്. ഒത്തിരി ആൾക്കാർ അദ്ദേഹത്തിൻ്റെ സന്ദേശം കേൾക്കാനായിട്ട് എപ്പോഴും വരാറുണ്ട്. See, Francis, you are the first priest from Arunachal Pradesh, and the viewers of Shalom TV in Kerala would like to know something more about your vocation. What motivated you to become a priest? That's something that would be interesting to the viewers of Shalom TV. As a boy, കുട്ടിയായിരുന്നപ്പോൾ ധാരാളം വൈദികർ ഞങ്ങളുടെ വില്ലേജിൽ വരുന്നത് ഞാൻ ഓർക്കുന്നു. പ്രധാനമായും MSFS വൈദികരാണ് വന്നിരുന്നത്. മിഷണറീസ് ഓഫ് സെന്റ് ഫ്രാൻസിസ് ഡി സാലസ് വൈദികരും ഹോളി ക്രോസ് സിസ്റ്റേഴ്സും. അവർ കൂദാശകൾ പരികർമ്മം ചെയ്തിരുന്നു. സിസ്റ്റേഴ്സ് കൂദാശ സ്വീകരണത്തിനായി എല്ലാവരെയും ഒരുക്കുകയും ചെയ്തിരുന്നു. അവർ ഞങ്ങളുടെ ഭക്ഷണത്തോടും സംസ്കാരത്തോടും സാഹചര്യങ്ങളോടും അസൗകര്യങ്ങളോടും പൊരുത്തപ്പെട്ട് ജീവിക്കുന്നത് എനിക്ക് വലിയ ആനന്ദവും വെല്ലുവിളിയും നൽകി. എന്തുകൊണ്ട് എനിക്കിങ്ങനെ ആയിക്കൂടാ എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്രിസ്തുമസിന് ഞങ്ങളോടൊപ്പം ആയിരിക്കാൻ ഒരു വൈദികൻ വന്നു. ആ സമയത്ത് ഞാൻ പരിഭാഷകനായി സഹായിക്കുന്നുണ്ടായിരുന്നു. പരിഭാഷപ്പെടുത്തുന്ന സമയത്ത് ദൈവവചനം എന്നിലേക്ക് വന്ന് എന്നെ ശക്തിപ്പെടുത്തി. ഒരു ദിവസം ഈ വൈദികനും സിസ്റ്റേഴ്സും ഒന്നിച്ചിരുന്ന സമയത്ത് അവർ എന്നോട് ചോദിച്ചു, ഫ്രാൻസിസ്, നിനക്ക് ക്രിസ്തുവിനെ അനുഗമിക്കാൻ ആഗ്രഹമുണ്ടോ? ഒരു നിമിഷം ഞാൻ ചിന്തിച്ചു, എന്നിട്ട് പറഞ്ഞു, ഉണ്ട്, എനിക്ക് അനുഗമിക്കണം. അതിനുശേഷം ഞാൻ എൻ്റെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പറഞ്ഞു. അമ്മയ്ക്ക് വലിയ സന്തോഷമായിരുന്നു, എന്നാൽ സഹോദരങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നില്ല. അവർക്ക് ഞാൻ അച്ഛനാകുന്നത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഞാൻ ഈശോയെ അനുഗമിക്കാൻ തന്നെ തീരുമാനിച്ചു. കുട്ടിക്കാലം മുതൽ തന്നെ ഈശോ എൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എവിടെ പോയാലും ഈശോയുടെ സംരക്ഷണവും സാന്നിധ്യവും ഞാൻ അനുഭവിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് ജീവിതകാലം മുഴുവൻ അവനോടൊത്ത് ആയിരിക്കണം.
Francis, I am very happy to hear about the story of your vocation. I'm sure the viewers also will be very happy. Do you think many more young people will come following your example? Do you wish that? Yes. തീർച്ചയായും അനേകം പേർ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മിഷണറിമാരുടെ പ്രവർത്തനത്തിലൂടെയാണ് ഇത് സംഭവിക്കുന്നത്. വൈദികരുടെയും സിസ്റ്റേഴ്സിന്റെയും പ്രവർത്തന ഫലമായി ധാരാളം പേർ വിളി സ്വീകരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പാണ്. ധാരാളം മിഷണറിമാർ ഇനിയും ഈ നാട്ടിൽ വന്ന് പ്രവർത്തിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Place and work here. നമ്മളിപ്പോൾ ഫാദർ ഫ്രാൻസിസ് ബേലോയിൽ നിന്നും കേട്ടു അദ്ദേഹത്തിൻ്റെ ദൈവവിളിയുടെ ചരിത്രം. അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തെ ഇതിന് വേണ്ടിയിട്ട് പ്രചോദിപ്പിച്ചത് കേരളത്തിൽ നിന്നും ഇവിടെ വന്ന് ജോലി ചെയ്ത മിഷണറിമാരാണ്, വൈദികരും സിസ്റ്റേഴ്സുമെല്ലാം. അവരുടെ പ്രവൃത്തികൾ മൂലം ഇവിടെയുള്ള ആൾക്കാർക്ക് പല വിധത്തിലും പുരോഗതി ഉണ്ടായി. വിദ്യാഭ്യാസപരമായിട്ടും മറ്റുള്ള എല്ലാ രീതികളിലും അവർക്ക് വളരെ പുരോഗതി ഉണ്ടായി. ഇതുപോലെ ഇവിടെ ജോലി ചെയ്യുവാനായിട്ട് നമുക്ക് ഇനിയും ധാരാളം മിഷണറിമാരെ ആവശ്യമുണ്ട്. അത് കേരളത്തിൽ നിന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഇവിടെ വരണം. അരുണാചൽ പ്രദേശിലെ കത്തോലിക്ക സഭ ഒരു പുതിയ സഭയായതുകൊണ്ട്, ഒരു ആദ്യത്തെ തലമുറയായതുകൊണ്ട് നമുക്കിവിടെ നിന്നും അധികം വിധി ഇപ്പോൾ പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. 1-2 അച്ഛന്മാരോ സിസ്റ്റേഴ്സ് വന്നുകൊണ്ടിരിക്കും. എന്നാലും നമുക്ക് ഇനിയും കേരളത്തിൽ നിന്ന് വളരെയധികം സഹായം ആവശ്യമുണ്ട്, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പ്രത്യേകം പ്രാർത്ഥിക്കാം. കേരളത്തിൽ നിന്നും മറ്റുള്ള ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ ഇവിടെ അരുണാചൽ പ്രദേശിൽ ജോലി ചെയ്യുവാനായിട്ട് കൂടുതൽ മിഷണറിമാർ വരുന്നതിന് വേണ്ടി ഇതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. So that is so far, Francis, very good. Thank you. Nice to meet you. This is very nice. പിതാവേ, ഇവിടെ നിന്നുള്ള വൊക്കേഷൻ ഒരുപക്ഷെ വളരെ തീഷ്ണമായിട്ട് ഈ ഒരു നാട്ടിൽ നിന്ന് വൊക്കേഷൻ വരുന്നുണ്ടോ, അതോ അതിനെ എന്തുമാത്രം പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യം? എല്ലാ സ്ഥാപനങ്ങളിലും അവരുടേതായ വൈദികരുണ്ടാകണം. 1890 ഷില്ലോങ്ങിൽ രൂപത അച്ഛന്മാർ വൈദികർ മിഷണറിമാർ വന്നത്. അത് കഴിഞ്ഞിട്ട് ഒത്തിരി കാലം അവിടെ ജർമ്മൻസും ഇറ്റാലിയൻസും സൗത്ത് ഇന്ത്യൻസും എല്ലാം ജോലി ചെയ്തു. പക്ഷേ 1960, അതൊരു 70-75 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് കാശി അച്ഛന്മാർ കിട്ടി തുടങ്ങി. ഇപ്പോൾ അവർക്ക് ധാരാളം കാശി അച്ഛന്മാരും ഉണ്ട്, അവരുടേതായ ആർച്ച് ബിഷപ്പും ഉണ്ട്. അപ്പോൾ അതായത് കുറച്ച് സമയമെടുക്കും അതിന് വേണ്ടിയിട്ട്. ആദ്യ തലമുറയിൽ നിന്ന് ചിലപ്പോൾ കിട്ടിയെന്നിരിക്കില്ല ദൈവവിളി, 2ാമത്തെ 3ാമത്തെ തലമുറയിൽ നിന്നായിരിക്കും കിട്ടും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഈ അരുണാചലിലെ സഭ ഒരു തലമുറയോ 2 തലമുറയോ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്നും ദൈവവിളി പ്രതീക്ഷിക്കാം. പക്ഷെ നമുക്ക് അതുവരെ നിൽക്കാൻ പറ്റുകയില്ല, നോക്കി നിൽക്കാൻ പറ്റുകയില്ല. നമുക്കിപ്പോഴും വൈദികരെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ കേരളത്തിലേക്ക് നോക്കുന്നു, വേറെ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുന്നു. ഉദാഹരണമായിട്ട് ഞാൻ മണിപ്പൂരിലേക്ക് നോക്കുന്നുണ്ട്. അവിടെയും ഒത്തിരി കുട്ടികളിങ്ങനെ മിഷണറിയായിട്ട് വരാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. എങ്കിലും കേരളത്തിൽ നിന്ന് ഇനിയും നമുക്ക് കുട്ടികളെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. ഇപ്പം കേരളത്തിൽ നിന്ന് അധികം കുട്ടികൾ വരുന്നില്ല, എന്തുകൊണ്ടാണെന്നാണ് പിതാവ് കരുതുന്നത്? എന്താണെന്ന് പറയാൻ ഇപ്പോൾ എനിക്കതേപ്പറ്റി ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ വിഷമാണ്. പൊതുവേ ഉള്ള ഒരു പ്രതിഭാസമാണ് കേരളത്തിലെ വൊക്കേഷൻ പണ്ടത്തേക്കായാലും ഒത്തിരി കുറഞ്ഞു എന്നുള്ളത്. പക്ഷേ അത് അപ്പോൾ കുറഞ്ഞെങ്കിലും സഭകളുടെ എണ്ണം കൂടി, രൂപതകളുടെ എണ്ണം കൂടി, ദൈവവിളിയുടെ നമ്പർ കുറഞ്ഞു. അപ്പോൾ അത് അവരെ എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകണ്ടേ എല്ലായിടത്തും. അതുകൊണ്ടായിരിക്കണം. ഏതായാലും അതിന് കാരണം ചിലപ്പോഴെങ്കിലും കുറേ കുട്ടികളൊക്കെ ഇവിടെ വന്നിട്ട് തിരിച്ചു പോയ സാഹചര്യങ്ങൾ, പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ചിലർ വരുന്നുണ്ട്. വന്നു കഴിയുമ്പോൾ അവരുടെ മോട്ടിവേഷൻ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുകയില്ല. കാരണം ചിലർ വരും 6 മാസം കഴിഞ്ഞ് അവർ ഞാൻ പോകുമെന്ന് പറഞ്ഞു പോകും. അപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റുകയില്ല. അവർ വന്നത് എന്തുകൊണ്ടാണ്, പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല. അവർ വരുന്നു, കാണുന്നു, അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് അവർ ഒരു കമാൻസി പ്രോഗ്രാം പോലെ അവർ വന്നിട്ട് പോകുന്നത് പോലെ തോന്നും. പക്ഷെ നമുക്കതേപ്പറ്റി ഒരു ജഡ്ജ്മെൻ്റ് എടുക്കാൻ പറ്റുകയില്ല. പക്ഷേ കുറച്ചുകൂടെ പ്രായമുള്ള കുട്ടികൾ, ഇപ്പോൾ ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞോ, ഗ്രാജുവേഷൻ കഴിഞ്ഞ് കുറച്ച് ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നവരാണ്, അവരാണെങ്കിൽ കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷേ പിതാവിന് ലഭിച്ച ആദ്യത്തെ വൈദികരൊക്കെ ആ ഒരു മേഖലയിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരും അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്തവരും ഒക്കെയാണ്. അതുകൊണ്ടാണ് പിതാവ് ഈ യൂത്ത് വൊക്കേഷനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. ആദ്യം എനിക്ക് കിട്ടിയ 2 അച്ഛന്മാരും ഗ്രാജുവേഷൻ കഴിഞ്ഞ് വന്നവരാണ്. അതുകൊണ്ട് അവർ നിന്നു. മിക്കവരും അങ്ങനെ ഇച്ചിരി പ്രായമായി വന്നവരാണ് പിന്നെയും പിടിച്ചു നിൽക്കുന്നത്. ഈ 10ാം ക്ലാസ് കഴിഞ്ഞ് വന്ന കുട്ടികൾ പലരും കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയി. പല കാരണങ്ങൾ കാണും. ഒന്നാമത്തെ ഇപ്പോഴത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയൊക്കെയാണ്,
വീടുമായിട്ടുള്ള ബന്ധം വേണം. ഇവിടെ അത്രയും സൗകര്യങ്ങളൊന്നുമില്ല. എന്താണെന്ന് നമുക്കിപ്പോൾ പ്രത്യേകമായിട്ട് പറയാൻ പറ്റുകയില്ല. എങ്കിലും എൻ്റെ വിശ്വാസം കുറച്ചുകൂടി പക്വതയുള്ള യുവാക്കന്മാർ വരുവാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ ദൈവവിളിയുടെ വെല്ലുവിളിയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജിജീഷു, എൻ്റെ പേര് ഡേവിസ്. ഞാൻ ചങ്ങനാശ്ശേരിയിലെ വടക്കേക്കര ഇടവകാംഗമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശിലെ താത്തോ എന്ന സ്ഥലത്താണ്. താത്തോ ഇറ്റനഗർ ഡയസിസിൻ്റെ ഭാഗമാണ്. ഞാനിവിടെ വന്നിരിക്കുന്നത് ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പിൻ്റെ ഭാഗമായിട്ടാണ്. ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട്സിന് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഞാൻ ബികോം ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയം, ആ സമയത്ത് എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം എന്നറിയാതെ നിൽക്കുന്നൊരു സമയത്താണ് ഫുൾ ടൈമർഷിപ്പിലേക്ക് വരുന്നത്. അന്ന് ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു വാക്കുണ്ട്, കർത്താവേ, നീ ട്രെയിനിങ് ടീമിലൂടെ എന്നെ വിളിക്കുകയാണെങ്കിൽ അത് നീ വിളിച്ചതിന് തുല്യമാണ്, ഞാൻ ഇവിടെ എത്തിക്കൊള്ളാം. ആ ഒരു ഒറ്റ വാക്കിൻ്റെ പുറത്താണ് കാതങ്ങൾക്കപ്പുറം ഞാനിവിടെ അരുണാചൽ പ്രദേശിൽ താത്തോ എന്ന കൊച്ചു ഗ്രാമത്തിൽ നിൽക്കുന്നത്. താത്തോയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ വൈദ്യുതി ഇല്ല, ഇവിടെ മൊബൈൽ ടവറുകളില്ല. ചുരുക്കത്തിൽ തികച്ചും ഒരു ഒറ്റപ്പെട്ട സ്ഥലം, ഒരു കുന്നിന് മുകളിലെ ഒരു കൊച്ചു ഗ്രാമപ്രദേശം. നമ്മുടെ ആധുനിക ടെക്നോളജികളോ ഒന്നും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത സാധാരണ ഗ്രാമീണ മനുഷ്യരോടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത്. വെള്ളം പോലും ചില സമയത്ത് ചെളിവെള്ളമാണ് നമുക്ക് കിട്ടാറ്. ആ രീതിയിലുള്ളൊരു സ്ഥലം. സാധാരണ ഫുൾ ടൈമർഷിപ്പ് ട്രെയിനിങ് 1 മാസമാണ്. 1 മാസം ആ മാസം തീരുന്ന സമയം മാത്രം നമ്മളോട് പറയുകയുള്ളൂ എങ്ങോട്ടേക്കാണ്. അപ്പോൾ തീരുന്ന സമയത്താണ് അവരോട് പറഞ്ഞ അരുണാചലിലെ താത്തോയിലേക്കാണ്. പക്ഷേ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കർത്താവിൻ്റെ കൂടെയും ഇവിടുത്തെ സാധാരണ ആൾക്കാരുടെ കൂടെ ആയിരിക്കാൻ കുറച്ച് സമയമാണ് കർത്താവ് എനിക്ക് തന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ ആവശ്യത്തിന് സമയം, നമുക്ക് നമ്മളുടെ വിശ്വാസത്തെ തന്നെ കുറച്ച് ആഴമായി പഠിക്കാൻ വേറൊരു സമയം, വായിക്കാനും വളരാൻ വേറൊരു സമയം, പിള്ളേരടുത്ത് കളിക്കാനും അവരിലുള്ളതാകാനും വേറൊരു സമയം. അങ്ങനെ ഞാൻ കർത്താവിന് കൊടുത്തതിനേക്കാൾ ഉപരി കർത്താവ് എനിക്ക് തന്നൊരു വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, അർഹിക്കാത്ത നന്മകളും എനിക്കിടും ദയാനിധേ, യാചിക്കാത്ത നന്മക പോലുമേ എനിക്കേകിയോനെ സ്തുതി. എൻ്റെ ഇത്രയും വർഷത്തെ ലൈഫും ഈ ഒരു ഫുൾ ടൈമർഷിപ്പും 4 വരിയിൽ ഒതുക്കാൻ പറഞ്ഞാൽ ഞാൻ ഈ വരിയിലാണ് ഒതുക്കുന്നത്. ടെക്നോളജി എല്ലാ ദിവസവും കണ്ട് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ ടെക്നോളജി ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അതല്ല യാഥാർത്ഥ്യം. വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ കാണുന്നതിനേക്കാളും കൂടുതൽ ഫേസസ് നമ്മുടെ ചുറ്റുമുണ്ട്. ആ ഫേസ്ബുക്കിലുള്ളതിനേക്കാളും സ്റ്റോറിയുണ്ട്. വാട്സാപ്പിലിടുന്ന സ്റ്റാറ്റസിനേക്കാളും ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്ന പുഞ്ചിരി നമ്മൾ ശരിക്കും കാണുമ്പോൾ സ്മൈലേക്കാളും മാതിരികളാണ് ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് വരുന്ന പുഞ്ചിരി. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ
ശരിക്കും പറഞ്ഞാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ടെക്നോളജി ഒന്ന് മാറ്റി വെച്ചൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് എപ്പോഴും നല്ല. അങ്ങനെ ഒരു വർഷം തന്നെ ജീവിക്കാനുള്ളൊരു ഭാഗ്യം കർത്താനിക്കുന്നത്. അതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോകുമ്പോഴും വാട്സാപ്പിലും ഫേസ്ബുക്കിലും വീണ്ടും കുത്തിക്കൊണ്ടിരിക്കാതെ റിയൽ ഫേസസ് കാണാനും റിയൽ സ്മൈലീസ് കാണാനും ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. താത്തോയിലെ ഈ കൊച്ചു ദേവാലയത്തിൽ ഇന്ന് തിരുനാൾ ആഘോഷത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ഇവിടുത്തെ മിഷണറിമാർക്ക് അഭിമാനിക്കാവുന്നതാണ്. 1993 ഡിസംബർ 12 25 പേരിൽ താഴെ തുടങ്ങിയ ചെറു സമൂഹത്തെ ദൈവം ആശീർവദിച്ച് 3 ഇടവകകളുള്ള 3000-ലധികം കത്തോലിക്കരുള്ള വലിയ സമൂഹമായിട്ട് രൂപപ്പെടുത്തി. ഈ ഒരു വളർച്ചയുടെ പിന്നിൽ ദൈവം പ്രവർത്തിച്ച തദ്ദേശീയരായ അൽമായ മിഷണറിമാരുടെയും ഒപ്പം തന്നെ അവർക്ക് കൂട്ടായി കൗദാശിക ജീവിതത്തിന് ശക്തി പകർന്ന വൈദികരുടെയും സന്യസ്തരുടെയും കരങ്ങളായിരുന്നു. ഇന്നിവിടെ അരുണാചൽ മിഷൻ ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവമായി മാറിയിരിക്കുകയാണ്. വിശുദ്ധ യൗസേ പിതാവിന്റെ സ്വർഗീയ മാധ്യസ്ഥതയിൽ സ്ഥാപിതമായ ഈ അരുണാചൽ മിഷൻ അങ്ങനെ വ്യത്യസ്തമാവുകയാണ്. അരുണാചൽ മിഷന്റെ രക്ഷാധികാരിയായ വിശുദ്ധ യൗസേ പിതാവിനോട് നമുക്കും മാധ്യസ്ഥം യാചിക്കാം. പ്രിയ പ്രേക്ഷകർ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വളരെ വ്യത്യസ്തമായ ഒരു മിഷൻ മേഖലയിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര. പ്രാർത്ഥനാപൂർവം കാത്തിരിക്കാം. മിഷനിൽ പങ്കാളികളാകാം. ജയ് ജിസു.